മറ്റുള്ളവർ ദുഃഖിക്കുന്നത് അഥവാ വിഷമിക്കുന്നത് ഇവർക്ക് കണ്ടു നിൽക്കുവാൻ ഒരിക്കലും സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒരു വ്യക്തി കരയുകയാണ് എങ്കിൽ, വിഷമിക്കുകയാണ് എങ്കിൽ അവരോടൊപ്പം നിൽക്കും എന്നതാണ് വാസ്തവം. അതേപോലെ അവർ സന്തോഷിക്കുന്നതായ അവസരത്തിൽ ആത്മാർത്ഥമായി അവരോടൊപ്പം സന്തോഷിക്കുന്നതാണ്. ഏതൊരു വ്യക്തിക്ക് വീഴ്ച സംഭവിക്കുകയാണ് എങ്കിലും ഇവർ അവരോടൊപ്പം നിൽക്കും എന്നതാണ് വാസ്തവം. ഇത് ഭഗവാന്റെ അനുഗ്രഹം ഇവരിൽ ഉള്ളതിനാൽ തന്നെ, അല്ലെങ്കിൽ ഇവരുടെ നല്ല മനസ്സിനാൽ ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. എപ്പോഴും ഭഗവാന്റെ ചിന്ത മാത്രമാണ് ഇവർക്ക് ഉണ്ടാവുക. വെറുതെ ഇരിക്കുക എന്നത് ഇവർക്ക് ഒരിക്കലും ഉണ്ടാകുന്നതായ ഒരു കാര്യമല്ല. സദാ ഭഗവാന്റെ നാമങ്ങൾ ഇവർ ഉരുവിടും, അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്തകൾ, ഭഗവാനെ കുറിച്ച് ഓർമ്മകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം, മനസ്സിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാക്കുന്നു. മനസ്സ് വിഷമിക്കുന്നതായ അവസരത്തിൽ പോലും അറിയാതെ ഭഗവാന്റെ നാമങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. അത് സന്തോഷത്തിലാണ് എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ നോക്കി പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ പോലും കണ്ണുകൾ അറിയാതെ നിറഞ്ഞ് ഒഴുകുന്നതാണ്. അത് ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ പോലും ഇവർക്ക് അത്തരത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. സന്തോഷത്തിലാണ് കണ്ണുകൾ നിറയുക എന്നതാണ് വാസ്തവം. ഭഗവാന്റെ അനുഗ്രഹം ആത്മാവ് തിരിച്ചറിയുന്നതിനാൽ കൂടിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക. ദൈവാംശമായ ആത്മാവ് ഭഗവാന്റെ അനുഗ്രഹം സാന്നിധ്യം തിരിച്ചറിയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇത്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ പോലും, ഭഗവാന്റെ നാമം ഉച്ചരിക്കുമ്പോൾ പോലും ഇപ്രകാരം കണ്ണുകൾ നിറഞ്ഞു എന്ന് വരാം. അത്രമേൽ ഈശ്വരാധീനം, ഈശ്വര ചൈതന്യം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ എന്ത് തന്നെ പ്രവർത്തിക്കുന്നതായ സാഹചര്യത്തിലാണ് എങ്കിൽ പോലും ഒരിക്കലും നിങ്ങൾ സ്ഥാനം പ്രതീക്ഷിക്കുന്നതല്ല. അത്തരത്തിൽ സ്ഥാനം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം. അകമഴിഞ്ഞ വിശ്വാസം, ഭഗവാന് വേണ്ടി എന്തും ചെയ്യുന്നവർ കൂടിയാണ് നിങ്ങൾ. അവരുടെ ഓരോ ശ്വാസവും ഭഗവാന് വേണ്ടിയാകുന്നു. ഇതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ആത്മാവ് പോലും തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ, അതിനാൽ ജീവിതത്തിൽ പല അനുകൂലമായ കാര്യങ്ങളും, ഇത്തരത്തിലുള്ള അനുകൂലമായ ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. സ്വപ്നം ഏവർക്കും ലഭിക്കുന്നതായ ഒരു കാര്യമല്ല ഭഗവാന്റെ സ്വപ്ന ദർശനം. ഭഗവാനെ നിങ്ങൾ എപ്പോഴും സ്വപ്നത്തിൽ കാണുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്, മുൻജന്മ പുണ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ ഒപ്പം ഇരിക്കുന്നതായോ ഭഗവാനോടൊപ്പം നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുന്നതായി കാണുകയാണ് എങ്കിലും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഉണ്ണിക്കണ്ണനായി ഭഗവാനോടൊപ്പം നിങ്ങൾ കളിക്കുന്നതായി സ്വപ്നം കാണുകയാണ് എങ്കിൽ പോലും ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ കൊണ്ടും തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അറിഞ്ഞോ അറിയാതെയോ പലരും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാകുന്നതുമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പലപ്പോഴും പലരും ക്ഷമിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾ നേരെ തിരിച്ചാകുന്നു, നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാൻ അവരെ നിങ്ങളുടെ കൺമുൻപിൽ നിങ്ങളുടെ നന്മ തിരിച്ചറിഞ്ഞ് എത്തിച്ചിരിക്കുന്നതാണ്. അതിനാൽ ഏതൊരു വ്യക്തികളും നിങ്ങളോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എങ്കിൽ, അഥവാ നിങ്ങളെ ചതിച്ചിട്ടുണ്ട്, അത് ധനപരമാണ് എങ്കിൽ പോലും അവരെ നിങ്ങളുടെ കൺമുൻപിൽ ഒരിക്കൽ എത്തിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാൻ ഇതെല്ലാം കാണുന്നു എന്നതാണ് വാസ്തവം.
തീർച്ചയായും നിങ്ങൾക്കും ഇത്തരത്തിലൊരു അനുഭവം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പ്രത്യേക സൗന്ദര്യം ഇവർക്ക് ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. ഇവർക്ക് ഭഗവാനോടായിട്ടുള്ള ഭക്തഹൃദയം മുഖത്ത് തെളിയുന്നു എന്നതാണ് വാസ്തവം. മുഖത്ത് നിന്നും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഒന്നും ചെയ്യാതെ തന്നെ മുഖത്ത് ഒരു പ്രത്യേകമായ ചൈതന്യം നിങ്ങൾക്ക് വിളങ്ങുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾക്കും മറ്റുള്ളവർക്കും അത് തിരിച്ചറിയുവാൻ സാധിക്കും. പ്രത്യേകിച്ചും മറ്റുള്ളവർക്കാണ് അത് കൂടുതലായും തിരിച്ചറിയുവാൻ സാധിക്കുക എന്നതാണ് വാസ്തവം. പലരും നിങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിച്ചു എന്ന് വരാം, അഥവാ സൂചിപ്പിച്ചു എന്ന് വരാം. ഇവർ ഏത് മേഖലകളിലാണ് എങ്കിൽ പോലും അവരുടെ കയ്യൊപ്പ് ആ കാര്യത്തിൽ പതിച്ചിരിക്കും എന്നതാണ് വാസ്തവം. എന്നാൽ ഒട്ടും അഹങ്കാരം ഇവർക്ക് ഉണ്ടാകുന്നതുമല്ല. ഒട്ടും അഹങ്കാരം ഇല്ലാത്ത വ്യക്തികളായിരിക്കും ഇവർ. വിനയം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പെട്ടെന്ന് സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർ പോലും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇവർക്ക് വലിയ സ്ഥാനം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും പ്രസന്നമായ ഒരു പുഞ്ചിരി ഇവരുടെ മുഖത്ത് ദൃശ്യമാകുന്നതുമാണ്. കുട്ടികളെ പോലെ ആയിരിക്കും പല അവസരങ്ങളിലും ഇവർ. പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് പിണങ്ങുകയും ചെയ്യും. അത് നിസാര കാര്യങ്ങൾക്കാണ് എങ്കിൽ പോലും ഇവർക്ക് ഇത്തരം അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിലായിരിക്കും പ്രതികരിക്കുക. എന്നാൽ മറ്റുള്ളവർക്ക് ഇവരോട് ഇതുമായി ബന്ധപ്പെട്ട് ദേഷ്യം തോന്നണം എന്നില്ല. അത്തരം കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ കാര്യങ്ങളാകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നിങ്ങൾക്കും ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമാവുക തന്നെ ചെയ്യും.